ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് ഗ്രാമറിലെ ഈസി ടിപ്സാണ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഒരുപാട് ടിപ്സ് ഷെയർ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ എക്സാമ്പിൾ വഴിയാണ് ടിപ്സ് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കിക്കോളൂ. മൈ സിസ്റ്റർ വർക്ക്സ് ഡാഷ് ആൻഡ് ഓഫീസ്. എൻ്റെ സഹോദരി ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓൺ ഉണ്ട്, ഇൻ ഉണ്ട്, അറ്റ് ഉണ്ട്, ഓഫ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിട്ടുള്ള ഇൻ ആണ്. മൈ സിസ്റ്റർ വർക്ക്സ് ഇൻ ആൻ ഓഫീസ്. ഇനി നമുക്ക് അവിടെ ഇന്ന് വന്നതിനുള്ള റീസൺ എന്താണെന്ന് നോക്കാം. ഒരു ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ സൂചിപ്പിക്കാൻ ഇൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ഓഫീസിനെ പറ്റി പറയുന്നുണ്ട്. അതൊരു ബിൽഡിങ്ങിലാണ്. അങ്ങനെ ഒരു ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്നാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഇൻ ഉപയോഗിച്ചത്. ഓക്കെ, ഇനി സെക്കൻഡ് ടിപ്പ് നോക്കാം. മൈ ഫാദർ വർക്ക്സ് ഡാഷ് എ പ്ലാന്റേഷൻ. എൻ്റെ അച്ഛൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? പ്ലാന്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓൺ ഉണ്ട്, ഇൻ ഉണ്ട്, അറ്റ് ഉണ്ട്, ഓഫ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓൺ ആണ്. മൈ ഫാദർ വർക്ക്സ് ഓൺ എ പ്ലാന്റേഷൻ. അവിടെ ആൻസർ ആയിട്ട് ഓൺ വന്നതിനുള്ള റീസൺ എന്താണെന്ന് നോക്കാം. ഒരു ബിൽഡിങ്ങിൽ അല്ലാതെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ സൂചിപ്പിക്കാൻ ഓൺ ഉപയോഗിക്കുന്നു. അവിടെ പ്ലാന്റേഷനിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതൊരു ബിൽഡിങ്ങിലല്ല, അല്ലാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഓൺ നമ്മൾ ഉപയോഗിച്ചു. ഓക്കെ, ഫസ്റ്റ് ടിപ്പ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഒരു ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ സൂചിപ്പിക്കാൻ നമ്മൾ ഇൻ ഉപയോഗിക്കുന്നു. സെക്കൻഡ് വൺ, ബിൽഡിങ്ങിൽ അല്ലാതെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ സൂചിപ്പിക്കാൻ ഓൺ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ 2 വ്യത്യാസവും മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾക്ക് ഈ 2 ടിപ്സും ഈസി ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.